വീഡിയോ ചെയ്യാൻ പറ്റിയൊരു സാഹചര്യം ഒന്നും ആയിരുന്നില്ല. ഞാൻ കമ്മ്യൂണിറ്റിയിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. മുരുകൻ അങ്കിൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും നാൾ വീഡിയോയും കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരുന്നത്. ഇപ്പം ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. ഇപ്പം മരണം നടന്നിട്ടിപ്പം എത്ര ദിവസമാകുമ്പോൾ 8-9 ദിവസമായി. സഞ്ചാന്യം ഒക്കെ കഴിഞ്ഞു. 14-ാം തീയതിയാണ് മരിക്കുന്നത്. അതായത് ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞിട്ട് അടുത്ത ദിവസമാണ് മരണപ്പെടുന്നത്. ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള സംഭവമായിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. കാരണം അവർ ലാസ്റ്റ് ഇട്ടൊരു വീഡിയോയിലും അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ടൊന്നും കണ്ടാലും പറയത്തില്ലല്ലോ. അത്രയ്ക്കും ആരോഗ്യത്തോടെ ഇരിക്കുന്നൊരു മനുഷ്യനായിരുന്നു. ആർക്കാ എന്തുവാ എപ്പോഴാ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ എനിക്കായാൽ പോലും നാളെ എന്തും എനിക്ക് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം, പാരൻസിനോടായാലും നമുക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഹോസ്പിറ്റലിൽ പോവുക, പ്രോപ്പറായിട്ട് ചെക്കപ്പ് ചെയ്യുക, അതിന് വേണ്ടുന്ന മെഡിസിൻസ് കഴിക്കുക. ഇല്ലേ മാ? ആരും പോകത്തില്ല. പലരും അത് മാറ്റി മാറ്റി വെക്കും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചായാലും ഒന്ന് വന്നു കഴിഞ്ഞാൽ അതങ്ങ് മാറും. അങ്ങനെ ചിന്തിക്കരുത് ഒരിക്കലും. അങ്ങനെ അതങ്ങ് മാറും എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. നമുക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് റിലേറ്റീവ്സിനോട് പറയുക, അല്ലെങ്കിൽ മക്കളോട് പറയുക, കാര്യങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതിന് വേണ്ടുന്ന പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. കാരണം നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ളവർക്കാർക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കുന്നത്. അപ്പം പാരൻസിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് മക്കൾക്കായിരിക്കും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഹോസ്പിറ്റലിൽ പോയി അതിന് പ്രോപ്പറായിട്ട് ചെക്കപ്പൊക്കെ ചെയ്യുക. ഇവിടെ ആയാലും നീ ആയാലും പറയും മാസത്തിൽ ഒരിക്കൽ പോയി ഒരു ചെക്കപ്പ് നടത്താനും ചെയ്യണം. നമ്മൾ പിന്നെ എന്ന് പറഞ്ഞ് നമ്മൾ രക്ഷകർത്താക്കൾ പോവില്ല. മെയിൻ കാര്യം എങ്ങനെയാണ്, ഒരു ഏജ് കഴിഞ്ഞാൽ നമ്മളൊരു വർഷത്തിലോ എപ്പോഴെങ്കിലുമൊക്കെ നമ്മളൊരു ഫുൾ ബോഡി ചെക്കപ്പ് നടത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു അസുഖമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തുടക്കത്തിലേ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ ചെയ്യുക. ഇപ്പോൾ പിന്നെ മെയിനായിട്ട് എല്ലാവരും നോക്കുന്നത് വെച്ചാൽ കൊളസ്ട്രോൾ പോയി നോക്കും, കൊളസ്ട്രോൾ, ഷുഗർ, അതൊക്കെ ചെക്ക് ചെയ്യണം കേട്ടോ. അതൊക്കെ കറക്റ്റായിട്ട് പോയി നോക്കും. അത് വരുമ്പോൾ നമുക്ക് അങ്കിളിന് ഇതിന് മുമ്പും അറ്റാക്ക് വന്നിട്ടുണ്ട് ഒരു സമയത്ത്. എനിക്കൊന്ന് അവർ ഗൾഫിൽ എന്തോ ആയിരുന്ന സമയത്ത് ഒരു അറ്റാക്ക് വന്നിട്ടുണ്ട്. അത് എനിക്കൊന്നൊരു 7-8 വർഷം മുമ്പായിരുന്നു. പിന്നെ ഒരുപാട് പേര് യൂട്യൂബിലൊക്കെ ആയാലും എന്തോ കുറേ റൂമേഴ്സ് അടിച്ചിറക്കിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ വഴിക്ക് മരണപ്പെട്ടു, ദുരൂഹതയുണ്ട്, തംബ്നെയിലൊക്കെ വെച്ചിട്ട് ഞാൻ കരയണ മാതിരിയൊക്കെ എഡിറ്റ് ചെയ്ത്, ഞാൻ മറ്റേ ജോളോ ചുപ്പിന് ചലഞ്ച് ചെയ്തൊക്കെ അതൊക്കെ വെട്ടി തംബ്നെയിലാക്കി ഞാൻ അങ്ങനെയൊക്കെ ആ ഒരു രീതിയിലൊക്കെ തംബ്നെയിലൊക്കെ ഉണ്ടാക്കി കണ്ടൻ്റ് ആക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ മാന്യമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, ഞാൻ അത് പറയാമല്ലോ. പക്ഷേ മിക്കരും ഒരു കണ്ടൻ്റ് ആക്കുന്ന രീതിയിൽ കുറേ കണ്ട് ഗൈസ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും ഭയങ്കര ഒരു വിഷമാണ്. ഇത് കാണുന്ന റിലേറ്റീവ്സിനായാലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മരണത്തിൽ ദുരൂഹതയുണ്ട്. അതെ, മരണത്തിൽ ദുരൂഹതയുണ്ട്. ഒരു ദുരൂഹതയില്ല, സൈലന്റ് അറ്റാക്ക് ആയിരുന്നു. ആരും നമ്മളായ പോലെ ഒന്നും അറിയത്തില്ല. നമ്മളെ അച്ചാച്ചനും കണക്കായിരുന്നു. അതെ, സൈലന്റ് അറ്റാക്ക് ആയിരുന്നു. അച്ചാച്ചന് സൈലന്റ് അറ്റാക്ക് കിടന്ന് അതേ കണക്ക് കിടന്നു. ആ ഒരു വശം അച്ഛൻ എങ്ങനെ ചരിഞ്ഞ് കിടക്കുന്ന അതേ കണക്ക് ഉറങ്ങി കിടക്കുവാണെന്നേ തോന്നുള്ളൂ. അപ്പോൾ ദേവി ഇത് അങ്ങനത്തെ ഒന്നും റൂമേഴ്സ് അടിച്ചിറക്കാണ്ടിരിക്കുക. ഇപ്പോൾ ഒരു മരണമാണ് എന്നുള്ളൊരു തോട്ട് വെച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് ഒരു കണ്ടൻറ്റ് രീതിയിലാക്കാണ്ട് എനിക്ക് വേറൊന്നും പറയാനില്ല. ഞങ്ങളുടെ ആ ഒരു പ്രശ്നം വന്ന സമയത്ത് ഞാൻ വന്ന് പറഞ്ഞിട്ടില്ല ഇത് നിങ്ങൾ കണ്ടൻ്റ് ആക്കി എന്നൊന്നും ഞാൻ എങ്ങും ആരോടും വന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇങ്ങനത്തേക്കുള്ള കാര്യം വരുമ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കും. മനസ്സിലായില്ലേ? ഒരു മരണമാണല്ലോ. അപ്പം അത് മനസ്സിലാക്കിയിട്ട് കുറച്ച് വിവേകത്തോട് കൂടിയിട്ട് പെരുമാറാം. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരെയും ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷേ കുറേ ആൾക്കാർ അങ്ങനെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം, ഷെയർ ചെയ്യാം, കുഴപ്പമില്ല. എന്ന് വെച്ചിട്ട് അറിയാത്ത കാര്യം ചുമ്മാ ഇങ്ങനെ തട്ടി വിടുന്ന സെറ്റപ്പുണ്ട്. അത് ദയവ് ഇത് ചെയ്യാണ്ടിരിക്കുക. അത് മാത്രമേ പറയാനായിട്ടുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞാനോ അവനോ ഒന്ന് പറയും. ഇപ്പം നമ്മൾ ഒരു വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്, അതുകൊണ്ടാണ് ഒന്നും ചെയ്യാതിരുന്നത്. അതിന് ചുമ്മാ ഇങ്ങനെ ഒന്നും പറയാത്തന്നെ അടിച്ചങ്ങ് വിടുക. ഇതിന്റെ പുറകെ കിടക്കുമ്പോൾ ആരും ഇപ്പോൾ വീഡിയോ എടുത്തിടാൻ പറ്റത്തില്ല. വീഡിയോ എടുത്തിടാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ ആൾക്കാരിങ്ങനെ പറയുന്നതാണ് നമ്മൾ കേൾക്കുന്നത്, ദുരൂഹതയുണ്ട് മരണത്തിൽ. അപ്പോൾ ഇത് കാണുന്ന ആൾക്കാർ എന്തോ ചിന്തിക്കുന്നു, അപ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നല്ലേ ചിന്തിക്കുള്ളൂ. ചുമ്മാ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രവീൺ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ ഈ ഒരു ഇടയ്ക്കാണ് വന്നത്. ഇപ്പോൾ 2 ദിവസം മുന്നെയാണ് റിപ്പോർട്ട് വന്നത്. അതിന് ശേഷമാണ് വീഡിയോ ചെയ്തതും.
അപ്പോൾ അത്രേ പറയാനുള്ളൂ. വേറെ കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ട്, ഞാനതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട സംസാരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ അതുകൊണ്ടൊക്കെയാണ് ഇത്രയും നാൾ വീഡിയോസ് കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരുന്നത്. അതിന് പറ്റിയൊരു സാഹചര്യമൊന്നും ആയിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത്രയും വലിയൊരു ഗ്യാപ്പ് ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. ഒരു 8-10 ദിവസം അടുപ്പിച്ചായി നമ്മൾ വ്ളോഗ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വ്ളോഗ് ചെയ്യാത്തതിൻ്റെ കാരണം വന്ന് പറയേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം നമ്മൾ റെഗുലറായിട്ട് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ 1-2 ദിവസം നമ്മൾ ഗ്യാപ്പ് എടുത്താൽ കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും ഒരു ഗ്യാപ്പ് എടുക്കുമ്പം അത് വന്ന് പറയേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ കുറച്ച് വ്ളോഗ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.